ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. അമ്മയോടും അച്ഛനോടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനത്തോടെ ഇരിക്കുമ്പോഴാണ് ആരതി അവിടേക്ക് കയറി വരുന്നത്. ആരതിയെ കണ്ട് മുരളിയും ഹരിയും പുഷ്പനും ടെൻഷനോടെ ഇരിക്കുന്നു. എന്നാൽ ഇവരുടെ ഇടയിൽ ഒന്നും അറിയാതെയായിരുന്നു ആരതിയുടെ വരവ്. ആരതി വീട്ടിലേക്ക് കയറി വന്ന് ദേഷ്യത്തോടെയാണ് മുരളിയോട് സംസാരിക്കുന്നത്. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, ഒരു പ്രാവശ്യം പോലും റെസ്പോൺസ് ഇല്ലായിരുന്നല്ലോ. എന്നാൽ മുരളി പറയുന്നുണ്ട്, അത് ഞാൻ ഫോൺ എടുക്കാതിരുന്നത് മനഃപൂർവ്വമല്ല, ഫോൺ സൈലന്റ് ആയിപ്പോയി, അതുകൊണ്ടാണെന്ന്. സൈലന്റ് ആയി പോയതല്ല, നിങ്ങൾ മനഃപൂർവ്വം സൈലന്റ് ആക്കിയതായിരിക്കും എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ. എത്ര നേരം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്ത് നിന്നു എന്നറിയാമോ നിങ്ങൾക്ക് എന്ന് ആരതി പറഞ്ഞപ്പോൾ മുരളി പറയുന്നുണ്ട്, സോറി ആരതി, മനഃപൂർവ്വമല്ല, എന്റെ സാഹചര്യം. എന്ത് സാഹചര്യം? ആകാശം ഇടിഞ്ഞു വീണോ ഇവിടെ? ഇല്ലല്ലോ. കള്ളത്തരം പറഞ്ഞ് പഠിച്ചുപോയി, അത്ര തന്നെ. ഇന്ന് ഞാൻ നിർത്തി തരും നിങ്ങളുടെ സകല അഭ്യാസങ്ങളും എന്ന് ആരതി പറഞ്ഞപ്പോൾ കിച്ചണിൽ നിന്ന് ഓടി വരികയാണ് ആര്യ. എന്നിട്ട് പറയുന്നു, യോ കുഞ്ഞേച്ചി, ഒന്ന് മിണ്ടല്ലേ, പതുക്കെ, ശബ്ദം ഉണ്ടാക്കല്ലേ പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. സീതമ്മയും അവിടേക്ക് വന്നു. മിണ്ടല്ലേ മോളെ, എന്തിനാ ഇവിടെ കിടന്ന് ഉച്ച വെക്കുന്നത് എന്ന് പുഷ്പൻ ചേട്ടനും പറയുന്നുണ്ട്. ഒച്ച വെക്കുവല്ല, വരാന്ന് പറഞ്ഞാ വന്നിരിക്കണം, അല്ലാതെ തോന്നിവാസം കാണിക്കരുത്. എന്റെ സമയത്തിന് എന്താ തീരെ വിലയില്ലേ എന്ന് മുറക്കെ തന്നെയാണ് ആരതി പറയുന്നത്. മിണ്ടാതിരിയടി പിശാചെ, കുറെ നേരമായല്ലോ എന്ന് മുരളി പതിയെ പറഞ്ഞപ്പോൾ ആരതി പറയുന്നുണ്ട്, ആരാടോ പിശാജ്? വാക്കിന് വിലയില്ലാത്ത വൃത്തി കേട്ടവൻ. എന്താ അവിടെ എന്ന് ചോദിച്ച് ചന്ദ്രൻ അവിടേക്ക് വരുന്നു. എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നുണ്ട്. ഇതാരാണ്? പുതിയൊരാള് എന്ന രീതിയിൽ മുകളിലേക്ക് നോക്കുകയാണ് ആരതി. യോ എന്റെ ദൈവമേ, ഇന്ന് എല്ലാം തീരുമെന്ന് സീതമ്മ പറയുന്നുണ്ട്. ചന്ദ്രനും രുക്മിണിയും താഴേക്ക് ഇറങ്ങി വന്നു. എന്താ ഇവിടെ ഒരു ബഹളം എന്ന് ചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. എന്താടാ ഇവിടെ ഒരു ബഹളം എന്നും ചന്ദ്രൻ പറഞ്ഞപ്പോൾ സീതമ്മ പറയുന്നു, അത് കുട്ടികൾ വെറുതെ ഒരു തമാശക്ക്. എന്ത് തമാശ? ആരാ ഇവരൊക്കെ എന്ന് ആരതി പറഞ്ഞപ്പോൾ പതിയെ പറയുന്നുണ്ട് മുരളി, എന്റെ അച്ഛനും അമ്മയും അടി ഇവരൊക്കെ. ഏതാ ഈ പെൺകുട്ടി എന്ന് ചന്ദ്രൻ ചോദിക്കുന്നു. മുരളിയോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, മുരളി നീ എന്താ മറുപടി പറയാത്തത്? ഏതാ ഈ പെൺകുട്ടി എന്നാ ചോദിച്ചത്? നിന്റെ ആരാ ഇവള്? മോള് അഞ്ജലിയാണോ എന്ന് രുക്മിണി ചോദിക്കുന്നുണ്ട്. പറ മോൾ അഞ്ജലി അല്ലേ എന്ന് വീണ്ടും ചോദിച്ചപ്പോൾ ആരതി പറയുന്നുണ്ട്, ആ അതെ. അയ്യോ, ഇത് അഞ്ജലിയല്ല, അഞ്ജലിയുടെ അനിയത്തിയാണെന്ന് സീതമ്മ പറയുന്നു. പെട്ടെന്ന് ആരതി പറയുന്നു, അല്ലെന്ന് പറയാൻ വരികയായിരുന്നു എന്ന്. ഞാനേ ആരതിയാ. നല്ല കുട്ടി, ചേച്ചിയും നിന്നെ പോലെ മിടുക്കിയായിരിക്കും അല്ലേ എന്ന് രുക്മിണി പറഞ്ഞപ്പോൾ മുരളി പറയുന്നുണ്ട്, അയ്യോ അഞ്ജലി ചേച്ചിയാ ശരിക്കും മിടുക്കി. ഇവള് ചേച്ചിയുടെ മുന്നിൽ ആരുമല്ല. ഈ കുട്ടി എന്തിനാ ഇങ്ങോട്ട് വന്നത്? ക്ലാസ്സിനോ മറ്റോ പോയിട്ട് വന്നതാണെങ്കിൽ നിന്റെ സ്വന്തം വീട്ടിലേക്കല്ലേ പോവേണ്ടത്, അല്ലെങ്കിൽ താമസിക്കുന്നിടത്തേക്ക് പോണം. ഇവിടെ വന്നതിന്റെ കാരണം എന്താ എന്ന് ചന്ദ്രൻ പറഞ്ഞപ്പോൾ മുരളി പറയുന്നു, അതച്ചാ പ്രസാദേട്ടനും അഞ്ജലി എടുത്തേയും കൂടി അവരുടെ കാറ്ററിംഗ് യൂണിറ്റിന്റെ ഒരു കല്യാണത്തിന് പോയിരിക്കുകയാണ് ഗുരുവായൂര്. വരാൻ താമസിക്കുന്നുള്ളതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞ് ഈ പെണ്ണിനോട് ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞു. അപ്പോ അഞ്ജലി വന്ന് കൂട്ടിക്കൊണ്ട് പോവല്ലേ എന്ന് ചന്ദ്രൻ ചോദിച്ചപ്പോൾ അതെ അച്ഛാ എന്ന് മുരളി ചിരിച്ചുകൊണ്ട് പറയുന്നു. എന്നെ തീരെ വിലയില്ലല്ലേ, ഞാൻ തന്നെ എനിക്ക് ഡിമാൻഡ് ഉണ്ടാക്കി കാണിച്ചു തരും, നോക്കിക്കോ എന്നൊക്കെ ആരതി മനസ്സിൽ വിചാരിക്കുന്നു. ബാഗ് ആര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ചന്ദ്രന്റെയും രുക്മിണിയുടെയും കാലിൽ വീഴുകയാണ് ആരതി. രണ്ടുപേരും മനസ്സ് നിറഞ്ഞു തന്നെ ആരതി അനുഗ്രഹിക്കുന്നു. ഈ ഒരു അഭിനയം കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ശേഷം കാണിക്കുന്നത് മേഘനാഥന്റെ വീട്ടിലാണെങ്കിൽ ആര്യ വരച്ചു കൊടുത്ത 3 പേരുടെയും ചിത്രത്തിൽ നോക്കി നിൽക്കുകയാണ് മേഘനാഥൻ. രാധയുടെ ചിത്രം കണ്ടിട്ട് രാധയുടെ മുഖം മനസ്സിലോർക്കുകയാണ് മേഘനാഥൻ. അവിടേക്ക് മണിച്ചനും എത്തുന്നുണ്ട്. ഇതങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. ഞാൻ കുറെ സങ്കല്പിക്കാൻ നോക്കിയതാണ്, പക്ഷെ ദർശനയുടെയും സൗഭാഗ്യയുടെയും മുഖമായിട്ട് എനിക്ക് അങ്ങോട്ട് കണക്ട് ആവുന്നില്ല. അതേസമയം രാധയുടെ ചിത്രം നോക്കിയാൽ തന്നെ ജീവസുറ്റ ആ മുഖം കണ്ണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് കേട്ട് മണിച്ചൻ പറയുന്നു, അതിലൊരു കാര്യമുണ്ട്, സുഭദ്രാമ സാറിന്റെ ഭാര്യയായിട്ട് ജീവിച്ച ആളാണ്. അതേ രൂപം രാധയ്ക്കും വന്നിരിക്കുന്നുണ്ട്. സ്വന്തം ഭാര്യയുടെ നിഴല് കണ്ടാൽ പോലും ഒരു ഭർത്താവിനെ തിരിച്ചറിയാം. അത് രാധയുടെ കാര്യത്തിലും കിട്ടും. എന്നാൽ ദർശനയും സൗഭാഗ്യയും നേരിട്ട് കണ്ടാൽ മാത്രമേ അവരുടെ യഥാർത്ഥ രൂപം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കൂ. മേഘനാഥൻ പറയുന്നുണ്ട്, അത് താൻ പറഞ്ഞത് ശരിയാ, എന്നാലും എന്നാലും ഇല്ല സാറ്, ഈ ചിത്രം ഇങ്ങനെ വെറുതെ വെച്ചിട്ട് എന്താ കാര്യം? ഇവരെ കണ്ടുപിടിക്കാൻ നോക്കണ്ടേ? അതിന്റെ ചില പ്ലാനിങ് എന്റെ മനസ്സിലുണ്ടെന്ന് മേഘനാഥൻ പറയുന്നു. എന്താണെന്ന് മനുഷ്യൻ ചോദിച്ചപ്പോൾ പറഞ്ഞു തരാം. അന്നത്തേത് വെച്ച് ഇവർക്ക് ഇപ്പോഴുള്ള പ്രായം കണക്കാക്കി നോക്കുമ്പോൾ രണ്ടുപേരും ഏതെങ്കിലും കോളേജിൽ പഠിക്കുമായിരിക്കും എന്ന കാര്യം ഉറപ്പ്. ഇവിടെ പ്രധാനമായും എത്ര കോളേജുകൾ ഉണ്ടാവും? 7, അതാണ് കൃത്യം കണക്ക്. ഈ പടങ്ങളുടെ ഫോട്ടോ എടുത്ത് നമുക്ക് എല്ലാ കോളേജിലും ഒരേ സമയം അന്വേഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ കോളേജിൽ നിരീക്ഷിക്കാം, നമുക്ക് ആൾക്കാരെ ഏർപ്പാടാക്കാം. അത് കേട്ട് മനുഷ്യൻ പറയുന്നുണ്ട്, അത് കൊള്ളാവുന്ന ഐഡിയ ആണല്ലോ. ആളെ കണ്ടെത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, മൊബൈലിൽ ഈ ചിത്രം പകർത്തിയിട്ട് എന്ന് ഞാൻ വുമൻസ് കോളേജിന്റെ മുന്നിൽ പോയി നിൽക്കും, എന്നെങ്കിലും അവര് വരാതിരിക്കില്ലല്ലോ. എന്നാൽ ഇത് കേട്ട് മേഘനാഥൻ പറയുന്നുണ്ട്, തന്റെ ഉദ്ദേശം നടക്കില്ല, വേറെയും ചില ജോലികൾ കൂടിയുണ്ട്, നമുക്ക് മറ്റു ചിലയിടങ്ങളും കൂടി അന്വേഷിക്കണം. സ്ത്രീകളുടെ മാത്രം ബ്യൂട്ടി പാർലർ, ഫാൻസി ഷോർ,
അരി, പച്ചക്കറി മാർക്കറ്റ്, അങ്ങനെ അവര് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിരീക്ഷിക്കണം. പിടി വീഴും എന്നുള്ള കാര്യം ഉറപ്പാണ്. എങ്കിൽ ഒരു ബുദ്ധിയും കൂടി ഞാൻ പറയട്ടെ. നമുക്ക് ഈ 3 ഫോട്ടോയും എടുത്ത് ഒരു പോസ്റ്റർ തയ്യാറാക്കിയാലോ? കാണാനുണ്ടോ അല്ലെങ്കിൽ കണ്ടവരുണ്ടോ, ഇതായിരിക്കണം ടൈറ്റിൽ. എന്നിട്ട് ഇവരുടെ ഒരു ഫോട്ടോയും വേണമെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യാം. കണ്ടുപിടിച്ച് തരുന്നവർക്ക് 1,00,000 രൂപ സമ്മാനം എന്ന് കൂടി പറയാം. എങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ ഇത് പൊക്കി എടുത്തു തരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ചിരിച്ചുകൊണ്ട് മേഘനാഥൻ പറയുന്നു, ആ കൊള്ളാം എന്ന് പറഞ്ഞ് മണിച്ചന്റെ കരണക്കുറ്റിക്കൊന്ന് പൊട്ടിച്ചിട്ട് പറയുന്നു, മേലാൽ ഇതുപോലെയുള്ള വിഡ്ഢിത്തം പറഞ്ഞുകൊണ്ട് വന്ന ഈ വീട്ടിൽ കയറ്റില്ല ഞാൻ. പിന്നെയും ചിരിച്ചുകൊണ്ട് ആ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് മേഘനാഥൻ പറയുന്നുണ്ട്, ഞാൻ അതിതീവ്രമായി ആഗ്രഹിച്ചപ്പോഴൊക്കെ രാധ എന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. കയ്യിൽ കിട്ടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവരും വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സുഭദ്ര ഒറ്റയ്ക്കുറങ്ങി. തൃപ്പങ്ങോട്ടെ അന്തപുരത്തിൽ രാധയും സൗഭാഗ്യയും ദർശനയും ഒരുമിച്ച് ഞാൻ ഉറക്കും. ഇത് മേഘനാഥന്റെ നിശ്ചയമാണ്. മേഘനാഥൻ നടപ്പിലാക്കാൻ പോകുന്ന നിശ്ചയം. അത് കേട്ട് ഞെട്ടലോടെ മണിച്ചനും നിൽക്കുന്നു. ശേഷം കാണിക്കുന്നത് കൃഷ്ണന്റെ വീട്ടിൽ നിന്നും ചന്ദ്രൻ ഫോണിൽ സംസാരിക്കുകയാണ് നാട്ടിലേക്ക്. രുക്മിണി അവിടേക്ക് വന്നു. നാളെ തന്നെ അങ്ങോട്ട് ചെല്ലണം എന്ന കാര്യം രുക്മിണി അറിയിക്കുകയാണ് ചന്ദ്രൻ. എന്നാൽ രുക്മിണി പറയുന്നുണ്ട്, നാളെ തന്നെയോ പ്രസാദ് വരുന്നതിന് മുമ്പ് എങ്ങനെയാ അങ്ങോട്ട് ചെല്ലുന്നത്? മാത്രമല്ല ഇത്തവണയെങ്കിലും അഞ്ജലി ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ചന്ദ്രൻ പറയുന്നു, എനിക്കും ഉണ്ട് ആ ആശയൊക്കെ. പക്ഷേ ഇപ്പോ അതല്ലല്ലോ സാഹചര്യം, മാറിയില്ലേ? അതിനനുസരിച്ച് പെരുമാറണ്ടേ? അത്ര തന്നെ. രുക്മിണിയുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാലുണ്ട്. അത് കണ്ടിട്ട് ചന്ദ്രൻ പറയുന്നു, അല്ല ഇതെന്താ പതിവില്ലാത്ത പരിപാടിയൊക്കെ? അതെ, ആ കുട്ടി തന്നുവിട്ടത് ആരതി അച്ഛന് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു എന്ന് രുക്മിണി പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് ചന്ദ്രൻ പറയുന്നു, ആഹാ അച്ഛനായോ ഞാൻ? അത് കൊള്ളാലോ. അതെ, അമ്മയെന്ന് വിളിച്ച് അടുക്കളയിൽ വെച്ച് നിർബന്ധിച്ച് എന്നെയും ഒരു ഗ്ലാസ് കുടിപ്പിച്ചു. കിടക്കുന്നതിന് മുമ്പ് ഇളം ചൂട് പാല് കുടിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു, ഉറക്കം കിട്ടാനേ എന്ന് പറഞ്ഞ് ചന്ദ്രന്റെ കയ്യിൽ ആ പാല് കൊടുക്കുകയാണ് രുക്മിണി. ചന്ദ്രൻ പറയുന്നു, നമുക്കിതൊന്നും അറിയാത്തതുപോലെ പെരുമാറാം. കൊള്ളാം, നടക്കട്ടെ നാടകം. ചന്ദ്രൻ ആ പാല് കുടിച്ചു. മുഴുവൻ കുടിച്ചല്ലോ. എന്ത് പറ്റി? പറഞ്ഞില്ലെങ്കിലും കാരണം എനിക്ക് മനസ്സിലായി. ആരതി തന്നതാണെന്ന് പറഞ്ഞപ്പോ ഒരു പ്രത്യേക രുചി, അതല്ലേ കാരണം എന്ന് രുക്മിണി പറഞ്ഞപ്പോൾ ചന്ദ്രൻ പറയുന്നു, സത്യം പറയാലോ, എത്ര മര്യാദയിലും ഇഷ്ടത്തിലും ആ കുട്ടി പെരുമാറിയത്. അവളെ പോലൊരു മരുമകളെ ഏതൊരു അച്ഛനും അമ്മയും ആഗ്രഹിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. രുക്മിണി പറയുന്നു, എന്നാ എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് ഒരിക്കലും വേണ്ട ആരതിയെ പോലൊരു മകളെ. ചന്ദ്രൻ പറയുന്നു, നിനക്കിഷ്ടം അവളുടെ ചേച്ചിയോടായിരിക്കും, അഞ്ജലിയോട്. അഞ്ജലിയെ പോലൊരു കുട്ടി മകളായി വരുന്നതായിരിക്കും സന്തോഷം, അല്ലേ? രുക്മിണി പറയുന്നു, ഒരിക്കലുമില്ല. അവരെ പോലുള്ള മക്കളെ ഞാൻ സ്വീകരിക്കില്ല. എനിക്ക് താല്പര്യമില്ല. അപ്പോ നീ അവരോട് കാണിച്ച സ്നേഹം അടുപ്പവും വെറുതെ ആയിരുന്നു, അല്ലേ? രുക്മിണി പറയുന്നു, ആര് പറഞ്ഞു വെറുതെയാണെന്ന്? എനിക്ക് ആ 2 കുട്ടികളോടും എനിക്ക് ഇഷ്ടവും അടുപ്പവും കൂടുതലാണ്. എനിക്ക് അഞ്ജലിയും ആരതിയും മക്കളായിട്ടല്ല വേണ്ടത്, മരുമക്കളായിട്ടാണ്. അമ്പിടി കേമി, അപ്പോ അതായിരുന്നല്ലേ നിന്റെ മനസ്സിൽ എന്ന് ചന്ദ്രൻ ചോദിച്ചപ്പോൾ രുക്മിണി പറയുന്നു, അതെ അഞ്ജലി എന്റെ കൃഷ്ണനും ആരതി എന്റെ മുരളിക്കും ഭാര്യമാരായി കിട്ടണം. അതാ എന്റെ ആഗ്രഹം. സത്യം പറഞ്ഞ കൃഷ്ണന്റെ കാര്യത്തിൽ എനിക്ക് രാധയായിരുന്നു ആവശ്യം. അത് നടക്കില്ലല്ലോ. ഇനിയിപ്പോ അഞ്ജലി ആയാലും എനിക്ക് ഓക്കെയാണ്. അല്ല, ഞാൻ പറഞ്ഞത് കേട്ടിട്ട് രാധയോട് ഇഷ്ടമല്ല എന്ന് തോന്നുന്നു. രാധയോടല്ല എനിക്ക് ഇഷ്ടക്കേട്, അവളുടെ ജീവിതം നശിപ്പിക്കുന്ന മേഘനാഥനോടാണ്. അവൻ നമ്മുടെ മകന്റെ ജീവിതം തകർക്കും. അത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നും ചന്ദ്രൻ പറഞ്ഞപ്പോൾ രുക്മിണി പറയുന്നുണ്ട്, അറിയാം, പക്ഷെ അവനും വേണ്ട ഒരു ജീവിതമൊക്കെ. അഞ്ജലി ആവുമ്പോൾ കൃഷ്ണനെ സ്വീകാര്യമാവും, ഉറപ്പാ. ശരി, ആയിക്കോട്ടെ. 2 ആൺമക്കൾക്കും നീ വധുക്കളെ മനസ്സിൽ ഉറപ്പിച്ചു. ഇനി ഒരാളും കൂടി ഇല്ലേ ഹരി? അവനും ആരെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടോ? അത് കേട്ട് രുക്മിണി പറയുന്നുണ്ട്, സത്യം പറയാലോ, ഇവിടെ കണ്ട ആ കുട്ടിയില്ലേ ഹരി, ആ കുട്ടി എനിക്ക് ഇഷ്ടമായി. നിങ്ങൾക്കോ? ഒരു ജോലിക്കാരുടെ മകളാണെന്നുള്ള ന്യൂനത ഹരി കണ്ടില്ല എങ്കിൽ? ചന്ദ്രൻ പറയുന്നു, അവൻ തീർച്ചയായും കാണും രുക്മിണി. ജ്യേഷ്ഠന്മാർക്ക് നല്ല കുട്ടികളെ നോക്കിയിട്ട് അമ്മ വീട്ടുകാർക്ക് ഒരു വീട്ടുജോലിക്കാരിയുടെ മകളെയാണോ നോക്കിയിരുന്ന ഓർക്കുമ്പോൾ അവൻ ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടിയാ പറയുന്നത്? അത് കേട്ട് രുക്മിണി വിഷമത്തോടെ നിൽക്കുന്നു. നമ്മൾ വീതം വെച്ച് നൽകുമ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ പാടില്ല. അതൊരു കുറ്റമാവും. നാളെ ആര്യ നല്ല കുട്ടിയല്ലേ എന്ന് വീണ്ടും ചോദിക്കുകയാണ് രുക്മിണി. ആ നന്മ ഹരിക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. തൽക്കാലം എല്ലാം കൂടി ആലോചിച്ച് വിഷമിക്കാതെ ഇപ്പൊ കിടന്നുറങ്ങാൻ നോക്ക്. നാളെ രാവിലെ തന്നെ പോയാലേ സമയത്തിന് കൃഷിഫോമിൽ എത്താൻ സാധിക്കൂ എന്നും ചന്ദ്രൻ രുക്മിണിയോട് പറയുന്നു. അത്രയും പറഞ്ഞ് ചന്ദ്രൻ കിടന്നു. ഭഗവാനെ തൃപ്പങ്ങോട്ടപ്പ, നിന്റെ തിരുമുറ്റത്ത് കളിച്ചു വളർന്ന കുട്ടികളാണ്. നീ വേണം അവരെ നോക്കിയും കണ്ടും സംരക്ഷിക്കാൻ എന്ന് രുക്മിണി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണനും രാധയും സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതേ സമയം കൃഷ്ണൻ രാധയോട് ചോദിക്കുന്നുണ്ട്, എന്താടോ കുറെ നേരമായിട്ടൊരു സൈലൻസ്? താൻ പുറകെ ഇരുന്ന് ഉറങ്ങുവല്ലോ അല്ലേ? ഏയ് അല്ല, അതെന്താ അങ്ങനെ ചോദിച്ചതെന്ന് രാധ. അല്ല, നമ്മള് നേരം വെളുക്കുന്നതിന് മുമ്പ് അവിടുന്ന് ഇറങ്ങിയതല്ലേ, പിന്നെ ഒരുപാട് വൈകിയാണ് ഇന്നലെ കിടന്നത്.
അതുകൊണ്ടിരുന്ന് ഉറങ്ങുകയാണെന്നാ ചോദിച്ചത്. രാധ പറയുന്നു, അതൊന്നും സാരമില്ല, ഇത്രയും ഭംഗിയായ ഒരു കല്യാണം നടത്താൻ സാധിച്ചല്ലോ, അതാ എന്റെ ഏറ്റവും വലിയ സന്തോഷം. ആ സന്തോഷം ക്യാഷായിട്ട് രാത്രി തന്നെ അവര് തന്നു എന്ന് കൃഷ്ണനും പറയുന്നുണ്ട്. നമ്മൾ ഇന്നൊരു അല്പം പണക്കാരാണെന്ന് കൃഷ്ണൻ. ഇന്ന് മാത്രമല്ല എന്നും പണക്കാരാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ രാധ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. രണ്ടുപേരും അങ്ങനെ സന്തോഷത്തോടെയാണ് വരുന്നത്. ഇതേ സമയം ചന്ദ്രനും രുക്മിണിയും പോവാൻ ഇറങ്ങുമായിരുന്നു. എല്ലാവരും ഹോളിൽ തന്നെയുണ്ട്. അവരെ കണ്ടിട്ട് രുക്മിണി ചോദിക്കുന്നുണ്ട്, ആഹാ എല്ലാവരും ഉണ്ടല്ലോ. സത്യം പറഞ്ഞ എനിക്ക് നിങ്ങളെ ആരെയും കണ്ട് കൊതി തീർന്നിട്ടില്ല. പക്ഷേ കൃഷി ഓഫീസിൽ ഒരു ആവശ്യമായി പോയില്ലേ, അച്ഛനെ പോയേ പറ്റൂ. അത്യാവശ്യമാണെങ്കിൽ അച്ഛൻ പോട്ടെ, അമ്മയ്ക്ക് കുറച്ചു ദിവസം കഴിഞ്ഞ് പോയാൽ പോരെ എന്ന് ആരതി ചോദിച്ചപ്പോൾ പെട്ടെന്നൊരു ഞെട്ടലോടെ ഹരിയും മുരളിയും പരസ്പരം നോക്കുന്നു. അതുവരെ നമുക്കിവിടെ ഒരുമിച്ച് നിൽക്കാലോ എന്ന് ആരതി പറഞ്ഞപ്പോൾ ചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാ, അതിന് ആരതി മോൾ ഇവിടെയാണോ താമസിക്കുന്നത്? ആണോടാ മുരളി? മുരളി പറയുന്നു, ഏയ് അല്ലച്ചാ, അല്ലെങ്കിൽ തന്നെ ഇവിടെ താമസിക്കേണ്ട കാര്യം എന്താ ഈ കുട്ടിക്ക്? പിന്നെന്താ കുട്ടി നീ അങ്ങനെ പറഞ്ഞത് എന്നെ ചന്ദ്രൻ പറഞ്ഞപ്പോൾ ആരതി പറയുന്നുണ്ട്, അല്ല പിന്നെ അമ്മ ഇവിടെ നിന്നാ ഉറപ്പായിട്ടും ഞാൻ ഇവിടെ നിൽക്കുമല്ലോ. അഞ്ജലി ചേച്ചിയുടെ അനുവാദം ചോദിച്ചാ പോരെ? ചേച്ചി സമ്മതിക്കുന്ന എനിക്ക് ഉറപ്പാ. അടുത്ത തവണ നമുക്കത് ആലോചിക്കാം. ഏതായാലും നിങ്ങൾ ഇവിടുന്ന് ഈ വീട് വിട്ട് എവിടെയും പോവരുതെന്നാ എന്റെ ആഗ്രഹം. എല്ലാവരും ചേരുമ്പോഴല്ലേ ഇതൊരു കുടുംബം ആവുന്നത്. ഹരി പറയുന്നു, അല്ലെങ്കിലും എന്നേ ഇതൊരു കുടുംബമാണമേ, നമ്മൾ എല്ലാവരും ഒരുമിച്ചല്ലേ എന്ന് പറഞ്ഞതും ഞെട്ടലോടെ രണ്ടുപേരും നോക്കുന്നു. ചന്ദ്രനും രുക്മിണി ടെൻഷനോടെ ആര്യയും സീതമ്മയും നോക്കുന്നുണ്ട്. എല്ലാരും ഒരുമിച്ചോ? അതെങ്ങനെ? ഈ വീട്ടിലുള്ള നിങ്ങളും വെളിയിലുള്ള ഈ പെൺകുട്ടികളുമായി നിങ്ങൾക്ക് എന്താ ബന്ധം എന്നും ചന്ദ്രൻ ചോദിച്ചപ്പോൾ മുരളി പറയുന്നുണ്ട്, ഷോ ഈ അച്ഛന്റെ ഒരു കാര്യം, ഒരു കുടുംബമായിട്ട് കഴിയാൻ ഞങ്ങൾ എന്താ ഈ പെൺകുട്ടികളായിട്ട് ബന്ധം വെക്കണമെന്ന് നിർബന്ധമുണ്ടോ? പ്രസാദ് ഏട്ടനും അഞ്ജൽ ചേച്ചിയും പണ്ടേ ബിസിനസ് പാർട്ട്നേഴ്സാണ്. മിക്കവാറും ഇവരൊക്കെ ഇവിടെ വരികയും ഫുഡ് അടിച്ച് വർത്തമാനം പറഞ്ഞ് ഇവിടെ ഇരിക്കാറുമുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണെന്ന് പറഞ്ഞാൽ എന്താ അതിന് കുഴപ്പം? ചന്ദ്രൻ പറയുന്നു, അതിന് കുഴപ്പമില്ല, വെറുതെ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. താൻ നടക്കുന്ന രുക്മിണിയോട് പറയുന്നു. മുരളിയോട് നിന്റെ വണ്ടി എവിടെ കിടക്കുന്നത്? അങ്ങോട്ട് വന്നപ്പോ ഉള്ളതുപോലെ വഴിയിൽ ഇടയ്ക്ക് പണി മുടക്കുമെന്നും ചോദിക്കുന്നുണ്ട്. എന്റെ വണ്ടി ഞാൻ രാവിലെ വർക്ക്ഷോപ്പിൽ കൊടുത്തച്ചാ, പകരം ഒരു കൂട്ടുകാരന്റെ വണ്ടിയുണ്ട്, മുറ്റത്ത് കിടക്കാണെന്ന് മുരളി പറയുന്നു. ആ ശരി, എന്നാ നടക്കാം. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴെങ്കിലും പ്രസാദ് ഒന്ന് വന്നാ മതിയായിരുന്നു എന്ന് ചന്ദ്രൻ പറയുന്നുണ്ട്. ഇതേ സമയം രണ്ടുപേരും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരുമിച്ച് സ്കൂട്ടറിൽ. ചന്ദ്രനും രുക്മിണിയും വീട്ടിൽ നിന്നും ഇറങ്ങി. അവരെ യാത്ര അയക്കുകയാണ് ബാക്കിയുള്ള എല്ലാവരും. ഒരു കാര്യം പറയാൻ മറന്നു, ഇന്നലെ ഹരിയും മുരളിയും മാറി മാറി എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ലേറ്റ് ആയിട്ടാണ് കോള് കണ്ടത്. എന്നാ പിന്നെ തിരിച്ചു വിളിച്ചു നോക്കാമായിരുന്നില്ലേ എന്ന് രാധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു, ഓ വിളിച്ചില്ല, നമ്മൾ എന്തായാലും വീട്ടിലേക്കല്ലേ പോകുന്നത്. അപ്പൊ പിന്നെ എന്ത് ഭൂകമ്പോ കാത്തിരിക്കുന്ന, എന്നെ നേരിട്ട് തന്നെ കാത്തിരിക്കാലോ എന്ന് കരുതി. ഇപ്പൊ തന്നെ നമ്മളങ്ങ് എത്തുമല്ലോ, അപ്പൊ നേരിട്ട് ചോദിക്കാം പോരെ? ഇതേ സമയം രുക്മിണി ആരതിയോട് പറയുന്നു, എന്നാ അമ്മ പോട്ടെ മോളെ, കാണണം നമുക്ക്. ആര്യയോടും പറയുന്നു, മോളും മിടുക്കി കേട്ടോ, അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ. സീതമ്മയുടെ ഭാഗ്യമാണ് ഈ മിടുക്കി കുട്ടിയെന്നും പറയുന്നുണ്ട്. സീതമ്മ പറയുന്നു, പക്ഷേ എനിക്ക് തിരിച്ചാ തോന്നുന്നത് ഈ പെൺകുട്ടികളെല്ലാം രുക്മിണി അമ്മയുടെ ഭാഗ്യമാണെന്ന്. അത് കേട്ട് വീണ്ടും ടെൻഷൻ ആവുകയാണ് ഹരിയും മുരളിയും. രുക്മിണി ചോദിക്കുന്നു, എന്റെ ഭാഗ്യോ? ഇവരാരും എന്റെ മക്കളും മരുമക്കളും അല്ലല്ലോ, പിന്നെങ്ങനെ എന്റെ ഭാഗ്യം എന്ന് പറയുന്നത്? അമ്മയുടെ മക്കളുടെ ഒപ്പമല്ല ഇവരെല്ലാവരും, അതാ സീതമ്മ ഉദ്ദേശിച്ചത് എന്ന് ഹരി തിരുത്തുന്നു. അതെങ്ങനെയാടാ ഹരി, നീ ഇത് പല തവണയായിട്ട് പറയുന്നുണ്ടല്ലോ. കേട്ടിട്ട് എന്റെ സംശയം ഇവരെല്ലാം ഇവിടെ തന്നെയാണോ സ്ഥിര താമസം എന്നാണ് എന്നെ ചന്ദ്രൻ പറഞ്ഞതും ആര്യ ചോദിക്കുന്നുണ്ട്. ആര്യ പറയുന്നുണ്ട്, ഏയ് അല്ലച്ചാ, ഞങ്ങൾ ഇവിടെ ഇടയ്ക്ക് വരുന്നുണ്ടെന്നേ ഉള്ളൂ. എങ്കിൽ ശരി, ഇനിയിപ്പോ നിന്ന് താമസിക്കേണ്ട, വാ പോകാം നമുക്ക് എന്ന് മുരളി പറഞ്ഞപ്പോൾ ചന്ദ്രൻ ഒരു സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, അതെന്താടാ പെട്ടെന്ന് ഞങ്ങളെ പറഞ്ഞേക്കാൻ നിനക്കൊരു ധൃതി പോലെ? ഞങ്ങള് പോയിട്ട് ഇവിടെ എന്തോ കാര്യം ചെയ്യാനുള്ളത് പോലെയാണല്ലോ, മട്ടും മാതിരിയും. അയ്യോ എന്റെ പൊന്നച്ഛ, അച്ഛനല്ലേ പറഞ്ഞത് കൃഷിഭൂമി പോണോന്നും എന്തൊക്കെയോ വാങ്ങണം എന്നൊക്കെ, അതുകൊണ്ടാ ഞാൻ പിന്നെ എന്ന് മുരളി പറഞ്ഞപ്പോൾ ശരി ശരി നടക്കട്ടെ കാര്യങ്ങള് എന്ന് ചന്ദ്രനും പറയുന്നു. ആ സമയത്ത് അവിടേക്ക് ഒരു സ്കൂട്ടർ വരുന്നുണ്ട്. ആരതിക്ക് ഒരു രജിസ്റ്റർ ഉണ്ട്. പോസ്റ്റ്മാൻ ആണ് അവിടെ എത്തിയിരിക്കുന്നത്. ഞാനാണ് ആരതി എന്ന് പറഞ്ഞ് ആരതി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി അത് കൈമാറുന്നു. ഇവൾക്കാരാ ഇപ്പോ ഇങ്ങോട്ട് ലെറ്റർ അയക്കാനുള്ളതെന്ന് മുരളി വിചാരിക്കുന്നു. അതറിയണമല്ലോ എന്നും വിചാരിക്കുന്നുണ്ട്. ആരതി അത് ഒപ്പിട്ട് വാങ്ങിക്കുന്നു. എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ആരുടെ ലെറ്റർ അത് എന്ന് മുരളി ചോദിച്ചപ്പോൾ ആരതി പറയുന്നുണ്ട്, സോറി, അതെന്തിനാ ഇപ്പോ ചേട്ടൻ അറിയുന്നത്? അത് ശരിയാ മോള് പറഞ്ഞത്, നീ എന്തിനാ മുരളി പെൺകുട്ടികൾക്ക് വരുന്ന കത്തിനെ കുറിച്ച് അന്വേഷിക്കുന്നെന്ന് രുക്മിണിയും ചോദിക്കുന്നുണ്ട്. എന്റെ ഭാര്യ അമ്മ ഇവൾക്കാരാ ലെറ്റർ അയക്കുന്നതെന്ന് എനിക്ക് അറിയണ്ടേ എന്ന് മുരളി മനസ്സിൽ വിചാരിച്ചപ്പോൾ ചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആരതിക്കുള്ള എഴുത്ത് എങ്ങനെയാ ഇവിടുത്തെ അഡ്രസ്സിൽ വരുന്നത്? ഇത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. Thank you for watching. Please subscribe, like, share my channel.